തൃശ്ശൂരിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയെന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റ്. പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ പോലീസ് മുടക്കിയിട്ടില്ല. പരിപാടി നടത്താൻ മൈക്ക് പെർമിഷൻ ആവശ്യമാണെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് പള്ളി ഭാരവാഹികൾ കലാപരിപാടികൾ റദ്ദു ചെയ്യുകയായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, ഇതൊരു സ്വാഭാവിക നടപടിയാണ്. എവിടെ ഏത് പരിപാടി നടന്നാലും മൈക്ക് അനൗൺസ്മെൻറ്റിന് പോലീസിൻ്റെ പെർമിഷൻ വേണ്ടി വരുന്നു. അത് രാഷ്ട്രീയ പാർട്ടികളായാലും ഏത് കലാപരിപാടികൾ നടത്തുമ്പോഴും ഈ പെർമിഷൻ ആവശ്യവുമാണ്. ഇവിടെ ഇത്തരത്തിൽ ഈ വാർത്ത പ്രചരിപ്പിച്ചത് ആരാണ്? ഏത് മാധ്യമമാണ് ഇത്തരത്തിലൊരു വാർത്ത തെറ്റായി പ്രചരിപ്പിച്ചത്? സിജു, തൃശൂർ ജില്ലയിലെ ചാവക്കാടുള്ള പാലയൂർ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാർത്തയാണ് ഇന്നലെ രാത്രി തൊട്ട് പ്രചരിപ്പിച്ചിരുന്നത്. ഏതാണ്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം പോലീസ് ഇടപെടൽ അലങ്കോലപ്പെട്ടു എന്ന രീതിയിലായിരുന്നു വാർത്ത നൽകിയിരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് വ്യക്തമായത്, ഈ പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് രാത്രി 7:30 തൊട്ടിട്ട് അവിടെ ഒരു കരോൾ ഗാന മത്സരങ്ങൾ നടത്താറുണ്ട്. പള്ളി കോമ്പൗണ്ടിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്, പക്ഷേ മൈക്ക് ഉപയോഗിച്ചാണ് നടത്തുന്നത്. അപ്പൊ ഇന്നലെ ഇത്തരത്തിൽ ഒരു ആഘോഷം നടത്തുന്ന സമയത്ത് ചാവക്കാട് SI വിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തിയിട്ട് ഈ പള്ളി ഭാരവാഹികളോട് പറഞ്ഞു, ഇത്തരത്തിൽ രാത്രി സമയങ്ങളിലും പകലാണെങ്കിലും മൈക്ക് ഉപയോഗിക്കുന്നതിന് പ്രത്യേക അനുമതി എടുക്കണം, അതുപോലെ തന്നെ രാത്രി ഉപയോഗിക്കുന്നതിന് പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് നിലവിൽ ചെയ്യാത്ത സാഹചര്യത്തിൽ, അത് അനുമതി നേടാത്ത സാഹചര്യത്തിൽ ഇത് പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നറിയിച്ചു. അതിനെ തുടർന്ന് പള്ളി ഭാരവാഹികൾ തന്നെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ, അതായത് മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ഈ കരോൾ ഗാന മത്സരം ഉൾപ്പെടെയുള്ള പരിപാടികൾ റദ്ദു ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള പാതിരാ കുർബാനയും മറ്റു ചടങ്ങുകളുമെല്ലാം, വിശ്വാസസംബന്ധമായ മറ്റെല്ലാ ചടങ്ങുകളും മുടക്കമില്ലാതെ തന്നെ നടക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ക്രിസ്മസ് പോലീസിന്റെ നേതൃത്വത്തിൽ അലങ്കോലപ്പെടുത്തിയെന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് തീർത്തും വസ്തുതാവിരുദ്ധമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രത്യേക താല്പര്യക്കാർ മാത്രമാണെന്ന് പറയേണ്ടി വരുന്നു. ശരത്ത്, ഈ പാലയൂരിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ മുൻവർഷങ്ങളിലും ഇതുപോലെ ഈ ക്രിസ്മസിന് ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ നടന്നിട്ടുണ്ടാകണം. സ്വാഭാവികമായും അന്ന് അതിന് നേതൃത്വം നൽകിയിരുന്നവർ ഒരു പക്ഷേ ഈ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടാകാം, വാങ്ങാതിരുന്നിട്ടുണ്ടാകാം. ഏതായാലും പോലീസിൻ്റെ കൃത്യനിർവഹണം കൃത്യമായി നിർവഹിക്കുകയായിരുന്നു. ഈ തീർത്ഥാടന കേന്ദ്രം അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? സിജു, പാലയൂർ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായിട്ട് ആരും നമ്മളോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ അവരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഇത്തരം മത്സരം സംഘടിപ്പിക്കാറുണ്ട്. ഇത് പള്ളി കോമ്പൗണ്ടിനകത്താണ് ഇത്തരം മത്സരം സംഘടിപ്പിക്കുന്നത്. അതിന് 200 മീറ്റർ അപ്പുറത്താണ് റോഡുള്ളത്. സ്വാഭാവികമായിട്ടും റോഡിലേക്ക് ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു അറിവില്ലായ്കയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പെർമിറ്റ് എടുക്കാഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളിലും അത്തരത്തിൽ പെർമിറ്റ് എടുത്തിരുന്നില്ല. എന്നാൽ ഇത്തവണ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർ കൃത്യമായി വന്ന് ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനൊരു ആശയവിനിമയം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ തന്നെ ബോൺ നസാല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് ഈ പറയുന്ന പോലെ പള്ളി കോമ്പൗണ്ടിന് പുറത്തേക്ക് നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് പോലീസിന്റെ പെർമിറ്റ് എടുത്തിരുന്നു. പള്ളി കോമ്പൗണ്ടിനകത്തായതുകൊണ്ട് മൈക്ക് പെർമിറ്റ് വേണമെന്ന കാര്യത്തിനകത്ത് തങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അനൌദ്യോഗികമായിട്ട് നമ്മളോട് പറയുന്നത്. സിജു, ശരി. ശരത്ത് ഓങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിലെ തീർത്ഥാടന കേന്ദ്രത്തിന് മൈക്ക് പെർമിഷൻ അനുമതി നിഷേധിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. അതിൽ പോലീസ് കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. നിയമപരമായി അറിയില്ല എന്നുള്ളതാണ് തീർത്ഥാടന കേന്ദ്രം അധികൃതർ പറയുന്നത്. നിയമപരമായ അറിവില്ലായ്മ ഒരു എക്സ്ക്യൂസ് അല്ല. രാജ്യത്ത് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താനും പാടില്ല എന്നുള്ളതാണ്.